നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യയിൽ ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെയുള്ള പോരാട്ടം പുതിയ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുകയാണ് ഇസ്രായേൽ. 2 ദിവസം മുൻപാണ് ഇസ്രായേലിന്റെ ആക്രമണം സിറിയയിലെ ഹിസ്ബുള്ള ക്യാമ്പുകളിലേക്കുണ്ടായത്. സിറിയയിലെ ഹിസ്ബുള്ളയുടെ ആയുധ ഡിപ്പോയാണ് ഇസ്രായേൽ സേന വ്യോമാക്രമണത്തിലൂടെ നശിപ്പിച്ചത്. 14 പേർ കൊല്ലപ്പെട്ടു എന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കെമിക്കൽ വെപ്പൺസിന്റെ ഒരു ആയുധ സംഭരണശാലയാണ് ഇസ്രായേൽ ആക്രമിച്ചതെന്നാണ് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. ഈ ആയുധ സംഭരണശാല പ്രവർത്തിപ്പിക്കുന്നത് പ്രധാനമായും ഇറാനിൽ നിന്നുള്ള ശാസ്ത്രജ്ഞരാണ്. ഇറാന്റെ സൈനിക സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഒരു ആയുധ സംഭരണശാലയാണ് സിറിയ ലെബനൻ അതിർത്തിയിൽ പ്രവർത്തിച്ചിരുന്നത്. ഈ ആയുധ സംഭരണശാലയാണ് ഇസ്രായേൽ സൈന്യം ആക്രമിച്ചത് എന്ന വാർത്തകൾ പുറത്തു വരുന്നു. നമുക്കറിയാം, ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടി പരമാവധി ഹിസ്ബുള്ളയ്ക്ക് ആയുധങ്ങൾ നൽകുകയാണ് ഇറാൻ. ഇറാന്റെ സൈനിക സാമ്പത്തിക സഹായത്തോടെ കഴിഞ്ഞ 10-20 വർഷക്കാലമായി പ്രവർത്തിക്കുന്ന ഒരു സായുധ സംഘടനയാണ് ഹിസ്ബുള്ള. ആ ഹിസ്ബുള്ള ലെബനനിൽ നിന്നും സിറിയയിൽ നിന്നും നിരന്തരമായി ഇസ്രായേലിനെ ആക്രമിക്കുന്നുണ്ട്. ഓഗസ്റ്റ് മാസത്തിൽ മാത്രം 1307 റോക്കറ്റുകളാണ് ലെബനനിൽ നിന്നും സിറിയയിൽ നിന്നും ഇസ്രായേലിന് നേരെ ഹിസ്ബുള്ള തൊടുത്തത്. ഈ റോക്കറ്റുകളിൽ മഹാഭൂരിപക്ഷത്തിനെയും ഇസ്രായേലിന്റെ അയൺ ഡോം സംവിധാനം നിർവീര്യമാക്കി. എന്നാൽ ചിലത് ഇസ്രായേൽ എന്ന രാജ്യത്തിനുള്ളിലേക്ക് പതിക്കുകയും ചെറിയ തോതിൽ ഉള്ള ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. എന്നാൽ അതിനൊക്കെ ശക്തമായ തിരിച്ചടി ഓരോ ഘട്ടത്തിലും കൃത്യമായി ഇസ്രായേൽ നൽകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി കൂടിയാണ് എവിടെയാണോ ആയുധങ്ങൾ നൽകുന്നത്, ആയുധങ്ങളുടെ ഉറവിടം എവിടെയാണോ ആ ഉറവിടത്തിൽ തന്നെ ആക്രമിച്ച് നശിപ്പിക്കാനുള്ള ശ്രമമാണ് ഇസ്രായേൽ നടത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് സിറിയയിലെ ഇറാൻ അനുകൂല ആയുധ സംഭരണശാലയെ ആക്രമിച്ച് നശിപ്പിച്ചത്. അതും ഇസ്രായേലിൻ്റെ മാധ്യമങ്ങൾ നൽകുന്ന വിവരങ്ങൾ ശരിയാണെങ്കിൽ ഒരു കെമിക്കൽ വെപ്പൺസിൻ്റെ ഫാക്ടറിയാണ്. അതിൽ വലിയ രീതിയിലുള്ള ആയുധങ്ങൾ സംഭരിച്ചിരുന്നു. ആ ആയുധ സംഭരണശാലയാണ് ഇസ്രായേലിൻ്റെ ആക്രമണത്തിലൂടെ നശിപ്പിക്കപ്പെട്ടത് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഇസ്രായേലിന് നേരെ നിരന്തരം ആക്രമണം രൂക്ഷമാക്കുകയാണ് ഹിസ്ബുള്ള ഹമാസുമായി അടുത്ത ബന്ധമുള്ള ഇസ്ലാമിക തീവ്രവാദ സംഘടനയാണ്. ഒക്ടോബർ മാസം 7 മുതൽ ഇസ്രായേലും ഹമാസ് തമ്മിലുള്ള യുദ്ധം നടക്കുന്നുണ്ട്. ആ ഘട്ടങ്ങളിലൊക്കെ തന്നെ ഹമാസിനെ സംരക്ഷിക്കാൻ വേണ്ടി, ഹമാസിനെ പിന്തുണയ്ക്കാൻ വേണ്ടി ഇസ്രായേലിനെതിരെ ഒറ്റയും തെറ്റയുമായിട്ടുള്ള ആക്രമണങ്ങൾ ഹിസ്ബുള്ള നടത്തുന്നുണ്ട്. എന്നാൽ 2 മാസങ്ങൾക്കിപ്പുറമാണ് ഹിസ്ബുള്ളയും ഇസ്രായേലുമായുള്ള യുദ്ധം ഒരു തുറന്ന യുദ്ധത്തിലേക്ക് വഴിമാറുന്നത്. നിരന്തരമായി എല്ലാ ദിവസവും ഇപ്പോൾ ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിനെതിരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഹിസ്ബുള്ളയ്ക്ക് ആയുധങ്ങൾ നൽകിക്കൊണ്ട് രംഗത്ത് വരാതെ ഹിസ്ബുള്ളയെ മറയാക്കിക്കൊണ്ട് ഹിസ്ബുള്ളയെ ഒരു ശിഖണ്ഡിയാക്കിക്കൊണ്ട് ഈ പോരാട്ടം നടത്തുന്നത് ഇറാനാണ്. ഇറാന് നേരിട്ട് ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള ധൈര്യമില്ല. ഇറാന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഉണ്ടായാൽ അവിടെ അമേരിക്ക ഇടപെടും. പിന്നെ അതോടെ ഇറാന്റെ കഥ കഴിഞ്ഞു എന്ന് ഇറാന് കൃത്യമായി അറിയാം. അതുമാത്രവുമല്ല, നേരത്തെ ഒരു തവണ 100 കണക്കിന് ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിന് നേരെ പ്രയോഗിച്ചിരുന്നു ഇറാൻ. അതിന് മറുപടിയായി ആഴ്ചകൾക്ക് ശേഷം 3 മിസൈലുകളാണ് ഇസ്രായേൽ ഇറാനിലേക്ക് തൊടുത്തത്. ഇറാന്റെ ആണവ ഊർജ പദ്ധതികളെ കുറിച്ചുള്ള എല്ലാ സംവിധാനങ്ങളും അവിടെ തകർന്നരിപ്പണമായി. അത്തരത്തിലുള്ള ആണവോർജ ഫാക്ടറികൾ തന്നെ ഇസ്രായേലി സേന തകർത്തു കളഞ്ഞു. അതുകൊണ്ട് തന്നെ ഇറാന് കൃത്യമായി അറിയാം, ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ ശക്തിയും ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ കഴിവും കൃത്യമായി അറിയാവുന്ന ഒരു രാജ്യമാണ് ഇറാൻ. അതുകൊണ്ട് നേരിട്ടൊരിക്കലും ഇറാൻ ഇസ്രായേലിനോട് മുട്ടില്ല. ഇതുപോലെ ശിഖണ്ഡികളെ മുൻനിർത്തിക്കൊണ്ട്, ഹിസ്ബുള്ളയെയും ഹൂതികളെയും ഒക്കെ മുൻനിർത്തിക്കൊണ്ട് ഇസ്രായേലിനെ പരമാവധി പ്രകോപിപ്പിക്കുക, ഇസ്രായേലിന് പരമാവധി ബുദ്ധിമുട്ടുണ്ടാക്കുക. ഇസ്രായേൽ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇസ്രായേൽ പറയുന്നത്, ഞങ്ങൾ തിരിച്ചടിച്ചിരിക്കും, ബെയ്റൂട്ടിന് ഗാസയുടെ ഗതി ഉണ്ടാകും, ലെബനോനെ ഞങ്ങൾ തീർത്തിരിക്കുമെന്ന് ഇസ്രായേൽ പറയുന്നത് അതുകൊണ്ടാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നു. ഹമാസിന്റെ തലവൻ യഹിയ സിൻവാറും ഹിസ്ബുള്ളയുടെ തലവൻ നസറുള്ളയും തമ്മിൽ ആശയവിനിമയം നടത്തിയെന്നും യഹിയ സിൻവാർ പരിപൂർണമായ പിന്തുണ നസറുള്ളയ്ക്ക് നൽകി, ഹിസ്ബുള്ളയ്ക്ക് നൽകി, ഇസ്രായേലിനെ എത്രയും വേഗം ആക്രമിച്ച് നശിപ്പിക്കാൻ, അതിലൂടെ അവശേഷിക്കുന്ന ഹമാസിൻ്റെ നേതാക്കന്മാരെ സംരക്ഷിക്കാനുള്ള
ആശയവിനിമയം യഹിയ സിൻവാറും നസ്രുള്ളയും തമ്മിൽ നടത്തിയെന്നുള്ള വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട്. എന്തായാലും ഹിസ്ബുള്ളയ്ക്കെതിരെ അതിരൂക്ഷമായ ആക്രമണം തന്നെ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിന്റെ ആയുധശേഷിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാകാതെ ഹമാസിനൊപ്പം ഹിസ്ബുള്ളയും ഇല്ലാതാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇറാന്റെ സൈനിക സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഒരു ആയുധ സംഭരണശാലയാണ് സിറിയ ലെബനൻ അതിർത്തിയിൽ പ്രവർത്തിച്ചിരുന്നത്. ഈ ആയുധ സംഭരണശാലയാണ് ഇസ്രായേൽ സൈന്യം ആക്രമിച്ചത് എന്ന വാർത്തകൾ പുറത്തു വരുന്നു.